നമസ്കാരം. ഇതുവരെയായിരുന്ന സ്വതന്ത്ര സരിൻ ഇപ്പോൾ CPM-കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. AKG സെൻറ്ററിലെത്തിയ സരിനെ ചുവന്ന ഷാൾ അണിയിച്ചുകൊണ്ട് പാർട്ടിയിൽ സ്വീകരിച്ചു, ആനയിച്ച് ഇരുത്തി. ആദ്യമായിട്ടാണ് സരിൻ AKG സെൻറ്റർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായി കണ്ട സമയത്ത് തന്നെ സരിന് ചുവപ്പ് ഷാൾ അണിയിച്ചു. ഇനി സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ചിഹ്നം സരിൻ്റെ ജീവിതത്തിലില്ല. സരിൻ്റെ ജീവിതത്തിൽ ഇനി സാധാരണഗതിയിൽ സരിൻ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ആ ചിഹ്നം ഇനിയില്ല. ഇനിയുള്ളത് പാർട്ടിയുടെ ചിഹ്നം മാത്രമാണ് സരിന് സപ്പോർട്ടായിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ എന്താണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? ചുമതലകളൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ സരിനുമായി ഒരു കൂടിയാലോചനയ്ക്കൊക്കെ ശേഷം സരിന് ചുമതല കൊടുക്കും. MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി സ്വതന്ത്രനായ ഒരാൾ പാർട്ടിയായി മാറി എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാഷിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സരിൻ്റെ പാർട്ടി പ്രവേശനം പാർട്ടിക്ക് പുതിയ മാനങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കാം. പക്ഷേ ഇനി എന്തിനാ വേണ്ടി സരിനെ പാർട്ടിയിലേക്ക് എടുത്തു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. സരിന് എന്ത് നേട്ടമാണ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? കണ്ണാടിയും മാത്തൂരും അടക്കമുള്ള മിക്ക പ്രദേശങ്ങളിലും സരിന് മുന്നിലേക്ക് പോകാൻ കഴിഞ്ഞു. നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ സരിൻ പാലക്കാട് 3-ാം സ്ഥാനത്തല്ലേ? അല്ല, ഏകദേശം 1000-ൽ താഴെ 900-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണ പാർട്ടി പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഒരു ഇടതു സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിടിക്കാൻ സരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ നഗരസഭയിലടക്കം ഒരു മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് ഇനി സരിനെ കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി പാർട്ടിയെ മുന്നോട്ട് നിന്ന് നയിക്കുകയും പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു മുന്നേറ്റം പാലക്കാട് നഗരസഭയിലും അവിടെയുള്ള പഞ്ചായത്തുകളിലും വരുത്തി കൊടുക്കാൻ സരിനെ കൊണ്ട് കഴിഞ്ഞാൽ അത് പാർട്ടിക്കൊരു വലിയ നേട്ടമായി തീരും. ആ നേട്ടം പ്രതിഫലിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും എന്ന് മാത്രം. അതായത് പാർട്ടി കഴിഞ്ഞ ദിവസം ഒരു വലിയ പത്രപരസ്യം പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. ഒരു പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് സുപ്രഭാതം അങ്ങനെ 1-2 പത്രങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. സുന്നിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പത്രത്തിൽ വന്ന പരസ്യം മാത്രമാണ് വിവാദങ്ങളിലേക്ക് പോയത്. അത് പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ പാർട്ടി അവിടെ അതല്ല ലക്ഷ്യം വെച്ചിരുന്നത്. പാർട്ടി സത്യത്തിൽ ലക്ഷ്യം വെച്ചത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നോട്ടമിട്ടുകൊണ്ടായിരുന്നു. അല്ലാതെ ഈ നടക്കാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി അല്ലെങ്കിൽ CPM ഇങ്ങനെയൊരു കളിക്ക് നിൽക്കില്ല എന്ന് നമുക്ക് കരുതാം. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള ഒരു അവതരണത്തിലൂടെ ഈ സരിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം വെച്ചത്. സാധാരണക്കാരെ, പത്രം വായിക്കുന്ന സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇവരെ എത്തിച്ചു കൊടുക്കുക. പ്രമുഖ പത്രങ്ങളിലെല്ലാം അത്തരത്തിൽ പാലക്കാട് എഡിഷനിൽ അങ്ങനെ വാർത്ത വന്നിരുന്നു. അങ്ങനെ ആ തരത്തിൽ നിന്നുകൊണ്ട് സരിനെ കുറച്ചുകൂടി ജനങ്ങൾക്ക് അഭികാമ്യനായ ഒരു ആളാക്കി മാറ്റുക, ഒരു നേതാവാക്കി മാറ്റുക. അപ്പോൾ അന്നേ പാർട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു സരിനെ CPM-ലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം പാർട്ടി നടത്തിയിരിക്കുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തമായ ഒരു വേരോട്ടം CPM-ന് ഉണ്ടാക്കിയെടുക്കാൻ പാലക്കാടുകാരനായ സരിൻ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഇപ്പം പൊതുവിൽ കൊണ്ടുവന്ന് അകത്തേക്ക് കയറ്റി ഇരുത്തിയിരിക്കുന്നത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവിനെയാണ്. ഈ സന്ദീപ് വാര്യരാകട്ടെ അങ്ങയുടെ ആയ കാലത്ത് നിന്നുകൊണ്ട് ഈ ന്യൂനപക്ഷ വിരുദ്ധത, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത എന്ന് മൊത്തത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഇസ്ലാമിക് വിരുദ്ധത, ഒരു മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുമൊക്കെ പ്രചരിപ്പിക്കാൻ ഏറെ ശ്രദ്ധിച്ച ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം, സന്ദീപ് വാര്യർ. അപ്പോൾ അങ്ങനെ സന്ദീപ് വാര്യരുടെ അത്രയും ഒരു തീവ്ര ഹിന്ദുത്വം പ്രസംഗിച്ച് നടന്ന ഒരാളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ഒരു സാഹചര്യത്തിൽ കൈയൊഴിയുന്നു, അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം എടുത്ത മതേതര നിലപാട് കൊണ്ടായിരുന്നോ ആ തള്ളിക്കളഞ്ഞത്? ഒരിക്കലുമല്ല. സന്ദീപ് വാര്യർ എടുത്ത മതേതര നിലപാടായിരുന്നില്ല സന്ദീപ് വാര്യരെ BJP-യിൽ നിന്ന് പുറത്താക്കാൻ, അല്ലെ BJP ഒഴിവാക്കി വിട്ടത്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അധികാരത്തർക്കം എന്നുള്ളത് കൊണ്ട്, ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. അധികാരത്തർക്കമായിരുന്നു അവിടുത്തെ പ്രശ്നം. അതായത് ഒരു വിഭാഗീയത BJP-യിൽ ഒരു വലിയ വിഭാഗീയത വളർന്നു വരുന്നു. അതിൻ്റെ പിൻബലത്തിലാണ് സന്ദീപ് വാര്യരെ ഇവിടെ നിന്ന് തള്ളി മാറ്റിയത്. അപ്പോൾ സ്വാഭാവികമായി സന്ദീപ് വാര്യരുടെ ഉള്ളിലുള്ള ആ RSS ബോധം എവിടെ കൊണ്ട് കളയേണ്ടി വരും? ഫലത്തിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സന്ദീപ് വാര്യർ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പിന്നിൽ എന്താണെന്നും
സന്ദീപ് വാര്യർ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹം ഫലഭൂയിഷ്ടമായ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മണ്ണ് കണ്ടിട്ട് തന്നെയാണ് ഈ ചാട്ടം എന്ന് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് തന്നെ ആയിരുന്നു സന്ദീപ് വാര്യർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ സന്ദീപ് വാര്യനുള്ളിലെ തീവ്ര ഹിന്ദു നിലപാടിൽ വലിയ അയവ് വരാൻ സാധ്യതയില്ല എന്നർത്ഥം. ഈ അയവ് വരാത്ത ഒരാളെ പിടിച്ചിട്ട് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു നേതാവായി അരിയിട്ട് വാഴിച്ചു. ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് സരിനെ ഇപ്പോൾ CPM-ലേക്ക് എടുത്തിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സരിനെ ഇറക്കി വിടുക. അപ്പോൾ സരിൻ എന്ന് പറയുന്ന ഒരാൾ തീർത്തും ഒരു മതേതരവാദിയാണെന്നും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുമാണ് ആ പത്രപരസ്യം കൊണ്ട് സത്യത്തിൽ CPM ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഏറെക്കുറെ വിജയം കണ്ടോ ഇല്ലയോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് നാളും എടുക്കും. കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയണം, അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് പത്രപരസ്യം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏറെക്കുറെ അത് ഏഷ്യോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാൾ കാത്തിരിക്കുകയും വേണം. എന്നാൽ സരിൻ പാർട്ടിയിലേക്ക് വരികയും ചെയ്തു. ഇത് വലിയൊരു മുന്നേറ്റത്തിന് കാരണം. പിരായിരി അടക്കമുള്ള പ്രദേശങ്ങളിൽ, കണ്ണാടിയും മാത്തൂരും അടക്കമുള്ള പഞ്ചായത്തുകളിലും ഒരു വലിയ മുന്നേറ്റം CPM-നെ കൊണ്ട് അല്ലെങ്കിൽ CPM-ന് ഉണ്ടാകണമെങ്കിൽ സരിനൊപ്പം നിന്നേ മതിയാകൂ. തന്നെയുമല്ല, സരിൻ ഇപ്പോൾ നിൽക്കുന്ന സ്വതന്ത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാർട്ടിക്ക് അത് വിനയായി മാറുകയും ചെയ്യും. അറിയാവുന്ന പോലെ നമുക്ക് നിലമ്പൂർ MLA കാണിച്ചു വെച്ച തോന്നിയ ദിവസം നമുക്കറിയാം. പാർട്ടിയെ നിന്നുകൊണ്ട് ചതിച്ചിട്ട് പോയ ഒരാളാണ് നിലമ്പൂർ MLA PV അൻവർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തി മാത്രമായി നമുക്കിതിനെ കാണേണ്ടി വരും. തന്നെയുമല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പാലക്കാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഷാനിബ് ഇതുവരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഷാനിബിനെയും CPM-ലേക്ക് ചേരുമോ ഇല്ലയോ, അല്ലെങ്കിൽ CPM സ്വതന്ത്ര അനുഭാവി എന്നുള്ള നിലയിലേക്ക് മാറുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. ഇനി അങ്ങനെ സരിന് സ്വാധീനമുള്ള മേഖലകളിൽ, അതായത് ഷാഫി, VD സതീശൻ വിരുദ്ധ ചേരി കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത്തരം ആ വിരുദ്ധ ചേരിയിലേക്ക് ഒരു പാലം എന്നുള്ള നിലയിൽ വേണമെങ്കിലും പാർട്ടിക്ക് സരിനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പം ഈ രീതിയിലൊക്കെയാണ് സരിൻ എന്ന് പറയുന്ന ഒരാളുടെ CPM-ലേക്കുള്ള പ്രവേശനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അത്തരത്തിലുള്ള സാഹചര്യമാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.